ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശനി ഞായർ ഇത് 2 ദിവസങ്ങളിലെ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണല്ലേ. കാരണം എല്ലാവരും ഒരുമിച്ച് കാണുക എന്ന് തന്നെ വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ പറയും വേണ്ട. ഇത്തിരി ദൂരേക്ക് കെട്ടിച്ചാലോ പിന്നെ വരവും കണക്കാല്ലേ. ഇതിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അച്ഛൻ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ അമ്മയുടെ ആങ്ങളമാരാണ് കേട്ടോ. ഞങ്ങളിവിടെ തൃശ്ശൂർക്കാർ അച്ഛൻ, അച്ചച്ചൻ, അങ്കിൾ എന്നൊക്കെയാണ് ട്ടോ പറയാറ്. ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇളയ അച്ഛൻ്റെ വീടാണ് കേട്ടോ. അച്ഛൻ്റെ ഭാര്യയാണ് ഇത് നിൽക്കുന്നത്, ലിജി ആൻറ്റി. ആൻറ്റിയുടെ മമ്മിയും പപ്പിയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. കളയിലാണ് അവർ വീട്. ഇതാ നേരെ കാണുന്ന ആ വീടുണ്ടല്ലോ, അതെൻ്റെ വല്യമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെയാണ് എല്ലാവരും വീട്. വല്യമ്മമാരുടെ വീടും മറ്റു അച്ഛന്മാരുടെ വീടൊക്കെ ചുറ്റുവട്ടത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വർത്തമാനം പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഫുഡൊക്കെ കഴിക്കായിരുന്നു. അപ്പോൾ ആൻറ്റി ഫുഡ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. പാവം കഷ്ടപ്പെട്ട് ആൾ തന്നെ എല്ലാം ഉണ്ടാക്കിയതാണ് കേട്ടോ. അതാണ് ആൾ ചോദിച്ചത്. അപ്പോൾ ഇത് ആൻറ്റിയുടെ ആങ്ങളുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഈ പുറത്ത് നല്ല ബാൻഡ് സെറ്റും കൊട്ടും അമ്പൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റേതായ ആരവം അവിടെ കാണുന്നുണ്ട്. പണ്ടൊക്കെ പെരുന്നാൾ വരാമെന്ന് വെച്ചാൽ എന്തൊരു സന്തോഷമാണെന്നോ. എൻ്റെ അമ്മമ്മയുടെ മക്കളുടെ കൊച്ചുമക്കളായി ഞങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ പെരുന്നാൾ ഒരു ഒന്നൊന്നര പെരുന്നാളായിരുന്നു കേട്ടോ. ഇപ്പോൾ അമ്മമ്മയൊക്കെ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. പിന്നെ കൊച്ചുമക്കളായി ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ വേറെ സ്ഥലങ്ങളിലായി. ഇങ്ങനെ വേറെ വേറെ സ്ഥലങ്ങളിൽ കെട്ടിച്ച ശേഷം ഞങ്ങൾക്ക് ഇതുപോലെയുള്ള പെരുന്നാളിനൊക്കെയാണ് കൂടുതലും കണ്ട് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനുള്ള സമയം കിട്ടാറ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ ആയിട്ട് വലിയൊരു സന്തോഷമൊക്കെയാണ്. അതുപോലെ എല്ലാവരും കൂടി വൈകിട്ട് പള്ളിപ്പറമ്പിലേക്ക് പെരുന്നാൾ കാണാൻ പോലും പള്ളിപ്പറമ്പിലെ എല്ലാ കടകളിലെയും കയറി ഇങ്ങനെ ഇറങ്ങി വള മാല ഐറ്റംസ് നോക്കലും പഞ്ഞിമിഠായി കഴിക്കലും ഒക്കെ വല്ലാത്തൊരു ഓർമ്മകളാണല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇതിന് മുമ്പിൽ തന്നെ വല്യമ്മയുടെ വീടാണ്. അപ്പോൾ വല്യമ്മയുടെ വീട്ടിലും ഒന്ന് കയറി വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പോയത് കേട്ടോ. ഇതാണ് വല്യമ്മയുടെ വീട്. അങ്ങനെ ഞങ്ങളുടെ കൂടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനെ വൈകിട്ട് വീട്ടിലെത്തിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. പിറ്റേ ദിവസം ഞായറാഴ്ച പിള്ളേരെ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ വീണ്ടും മറ്റൊരച്ഛൻ്റെ വീട്, വിൽസച്ചൻ്റെ വീടാണ് കേട്ടോ അത്. അച്ഛൻ്റെ വീടിൻ്റെ നേരെ സ്കൂൾ കണ്ടു. ഇവിടെയാണ് ഞാൻ 1 മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നീട് തൃശ്ശൂർ മിഷൻ കോട്ടയം സെൻറ്റ് ജോസഫ് ഗേൾസ് സ്കൂളിലും +2 ഡിഗ്രി തലൂർ നവജ്യോതി കോളേജിലായിരുന്നു കേട്ടോ ഞാൻ പഠിച്ചിരുന്നത്. ഈ സ്കൂൾ കാണുമ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ വരും കേട്ടോ. ടീച്ചർ കാണാതെ എത്ര പെട്ടോ ഈ സ്കൂളിൽ നേരെ തന്നെ ഈ അച്ഛൻ്റെ വീട്ടിലോട്ട് ഞാനും അച്ഛൻ്റെ മോളായി ബിൻസി ഇവിടെ തന്നെയായിട്ട് പഠിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എത്ര നാൾ അങ്ങനെ ടീച്ചറെ പറ്റിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. അതേപോലെ തന്നെ ഒരു ചെറുപയറിൻ്റെ മണമൊക്കെ ഇങ്ങനെ ഇപ്പോഴും മൂക്കിലടിക്കുന്ന പോലെ തോന്നും കേട്ടോ ഈ സ്കൂളൊക്കെ കാണുമ്പോൾ. അവൾ ഫോണും കൊണ്ട് വരുന്നു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ ഷാജാൻ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടേ. പണ്ടത്തെ പെരുന്നാളും പൂരമൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല ഓർമ്മകളൊക്കെ ഉണർത്തുന്നുണ്ടെങ്കിലും ഒരു പെരുന്നാളിന് വലിയൊരു അപകടം സംഭവിച്ചത് ഇന്നും മായാതെ കിടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ. മറ്റൊരു അച്ഛൻ്റെ വീട്ടിൽ ഇതുപോലെ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് വല്യമ്മയുടെയും അച്ഛന്മാരുടെയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3-4 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കുകയാണ്. കമ്പിത്തിരി കത്തിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പിറകിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചത് വിട്ടുപോയി കേട്ടോ. അത് വെച്ചത് മറന്നുപോയി. എല്ലാവരും അമ്പും കൊട്ടും മന്നത്തിൻ്റെ ശ്രദ്ധയിലും. ഒരു നിമിഷം പിന്നിലെ മെഴുകുതിരി ഞങ്ങളിൽ ഒരാളുടെ ഉടുപ്പിൽ പടർന്നു പിടിക്കുന്നതും അത് ആദ്യം കത്തുന്നതും ഇപ്പോഴും കൺമുമ്പിൽ ഞങ്ങളുടെ ഉണ്ട് കേട്ടോ. അതെൻ്റെ വല്യമ്മയുടെ ഇളയ മോള് ലിറ്റിയുടെ ആയിരുന്നു. 8, 9, 10 വയസ്സൊക്കെയാണ് ഞങ്ങൾക്ക് അന്ന് പ്രായം. അന്ന് ഒരുപാട് പൊള്ളലേറ്റു കേട്ടോ അവൾക്ക്. സംയോജിതമായി അവിടെയുള്ളവരുടെ ഇടപെടലും ഒക്കെയായി എങ്ങനെയൊക്കെയോ അവളെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി എല്ലാവരും. വലിയൊരു തലനാര ഇഴയ്ക്ക് അപകടത്തിൽ നിന്നാണ് അന്ന് നമ്മൾ രക്ഷപ്പെട്ടത് കേട്ടോ. ഇപ്പോഴും നമ്മുടെ വീട്ടിലോ നമ്മുടെ മക്കളോ എന്തിനാ റോഡിലൂടെ പോകുമ്പോൾ നമ്മളെ കണ്ടിട്ടില്ലേ കമ്പിത്തിരി മൂളിയൊക്കെ കത്തിക്കുന്ന കുട്ടികളെ. അവരെ കാണുമ്പോൾ അന്നത്തെ ആ കാര്യമാണ് കേട്ടോ എൻ്റെ ഓർമ്മയിൽ വരാറ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആഘോഷമൊക്കെ ആവാം, എന്നാലോ നമ്മുടെ ഇതുപോലെയുള്ള ചെറിയൊരു അശ്രദ്ധ വലിയൊരു ആപത്ത് ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തർ തന്നെയാണല്ലേ. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ മോൾ ബിൻസി കേട്ടോ. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് കേട്ടോ. മൂത്ത അച്ഛൻ്റെ മോനാണ് അവിടെ നിൽക്കുന്നത്, സന്തോഷേട്ടൻ. വർത്താനം പറയലും പൊട്ടിച്ചിരിക്കലൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് തൊട്ടടുത്ത വഴിയിൽ തന്നെയുള്ള വല്യമ്മയുടെ മൂത്ത മകനായ ഷാജിയേട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനും അമ്മയും 2 മക്കളും മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. ഷാജിയേട്ടൻ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നേരത്തെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു കേട്ടോ. എല്ലാവരുടെയും വീട് ഏകദേശം ഓരോ ഇടവഴിയിലൂടെ വ്യത്യാസം മാത്രം ഉള്ളത് കൊണ്ട് തന്നെ പെരുന്നാൾ രാത്രി എല്ലാവരുടെയും വീട്ടിൽ കയറി ഇറങ്ങി അവരുമായി ഒത്തൊരുമിച്ചൊരു പള്ളിപ്പറമ്പിലേക്ക് പെരുന്നാൾ കാണാൻ പോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അത് കാണാൻ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ വേരുള്ള ഭാഗം ഷാജാൻ്റെ വൈഫ് എനിക്ക് തന്നു കേട്ടോ. പിറകിൽ കാണുന്നത് സെൻറ്റ് ജോസഫ് ബോയ്സ് സ്കൂളാണ് കേട്ടോ. എവിടെ പോയാലും ഒരു ചെടി കടത്തിക്കൊണ്ട് വരിക എന്നത് എന്തോ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായ ലൈറ്റ് അലങ്കാരം ഒന്നും തന്നെ ഇല്ല കേട്ടോ പള്ളിയിൽ. അതുകൊണ്ട് തന്നെ പള്ളി കാണിക്കണമെന്നില്ല. അപ്പോൾ അവിടെ പടക്കം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നൊക്കെ. ആദ്യകാലത്തൊക്കെ ബലൂണ്, പി ഇതിൻ്റെയൊക്കെ സാധനമൊക്കെ പള്ളിപ്പറമ്പിൽ തന്നെയായിരുന്നു അല്ലേ. ഇപ്പോൾ കാലമൊക്കെ മാറിയപ്പോൾ ഇപ്പോൾ
പാവം ബലൂണും ബി പി മറ്റു സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ തന്നെയായി. ഇപ്പോൾ ഇതേ കുട്ടികളുടെ കൂടെ ഞാനും കൂടി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് കുറേശ്ശെയായിട്ട് നോക്കണം. ഇരുട്ടും മുമ്പ് വീടെത്തണമെന്ന് പിന്നിൽ നിന്ന് അമ്മയുടെ വഴക്ക് കേട്ടപ്പോൾ ഞങ്ങൾ കുട്ടികൾ ഞാനടക്കം അതൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം ഓട്ടോ വിളിച്ചു കയറിയിരുന്നു. ഒരിത്തിരി നേരമെങ്കിലും കുട്ടിക്കാലത്തേക്ക് പോയ പോലെ തോന്നിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഓക്കെ, ബൈ.